Hello friends, welcome to our another video of Sabi and Co Vlogs. ഇന്ന് നമ്മളിപ്പോൾ യാത്ര പോകുന്നത് ജോർജിയയിലോട്ടാണ്. ജോർജിയയിലെ ടിബിലിസി എന്ന് പറയുന്ന എയർപോർട്ടിലോട്ടാണ് നമ്മളുടെ യാത്ര. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിൽ ടെർമിനൽ 2-ലാണ്. ഇവിടുന്ന് ഞാനും എൻ്റെ കൂടെ എൻ്റെ വൈഫ്, മോന് സാക്കി, അതുപോലെ എൻ്റെ അനിയത്തി, അവളുടെ ഹസ്ബൻഡ്, അവരുടെ കുട്ടി ലൂണ, ഞങ്ങളങ്ങനെ 6 പേരാണ് യാത്ര പോകുന്നത്. അപ്പോൾ ലൂണയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ജോർജിയയിൽ പോയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങളുടെ ഒരു ജോർജിയൻ ട്രിപ്പ്. അപ്പോൾ ഫ്ലൈ അറേബ്യയിലാണ്, ഫ്ലൈറ്റിൽ ബോർഡിങ് ഫ്ലൈ ദുബായിലാണ്, ഫ്ലൈറ്റിൽ ബോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ജോർജിയയിൽ എത്തിയിട്ട് കാണാം. ഒരു 3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഹോട്ടൽ, അവിടുത്തെ ജോർജിയയിലെ ബാക്കി കാഴ്ചകൾ, വിശേഷങ്ങളെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു അവർ ജോർജിയൻ ട്രിപ്പ്. ബർത്ത്ഡേ പോവാ, ഇതാണ് നമ്മളെ ബർത്ത്ഡേ ഗേൾ ലൂണ. ലൂണയുടെ ബർത്ത്ഡേ ജോർജിയയിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോർജിയയിലോട്ട് ഫ്ലൈ ചെയ്യുന്നത്. ലൂണ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മളെ ബോർഡിങ് കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ ഏകദേശം മിഡിലായിട്ടാണ് നമ്മളുടെ സീറ്റ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾക്കിപ്പോൾ ദുബായ് നല്ല ബ്യൂട്ടിഫുൾ നൈറ്റ് വ്യൂ നമ്മൾക്ക് കാണാൻ പറ്റും. നല്ല കളർഫുൾ ദുബായ്. ഇത് ദുബായിൽ നിന്ന് നമ്മളെപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണെങ്കിലും രാത്രിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ കിടിലൻ സംഭവമാണ്. പിന്നെ നമ്മുടെ ഫ്ലൈറ്റിൽ നമ്മുടെ സീറ്റിന് മുമ്പിലായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, എല്ലാ ഫ്ലൈറ്റിലും ഉണ്ടാവും ഇതുപോലത്തെ ഒരു സ്ക്രീന്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നമ്മളുടെ ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾക്ക് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യണം, നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ എത്ര കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കുള്ള ഫുഡ് സെർവ് ചെയ്ത് വെജിറ്റബിൾസ് ആണ്, പൊട്ടാറ്റോ, ടൊമാറ്റോ, സ്പിനാച്ച് മിക്സ് ഒക്കെയാണ്. കുഴപ്പമില്ല, ചെറിയ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു ഓക്കെ ഫുഡ്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും ജസ്റ്റ് 14 മിനിറ്റ്സ് മാത്രമാണ് നമ്മളുടെ ഡെസ്റ്റിനേഷനിലോട്ട് ഇനിയുള്ളത്. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് എത്തിയിരിക്കുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ പുറത്തിറങ്ങി. ഇനി ഇവിടെ ഒരു ബസ് ഉണ്ട്, ആ ഒരു ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ജോർജിയയിലെ ടിബിലിസി എയർപോർട്ടിലാണ്. ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ടിബിലിസി. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4:30, 4:45 ആയി. ഇപ്പോഴാണ് നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. ദുബായിൽ നിന്ന് ദുബായ് ഫ്ലൈറ്റിലായിരുന്നു ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ ജോർജിയ എക്സ്പ്ലോർ ചെയ്ത് ജോർജിയയിലെ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിപ്പാണ്. കൂടാതെ ഈ ഒരു ട്രിപ്പിന് മൊത്തം എക്സ്പെൻസ് എത്രയൊക്കെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വെക്കുക. ഒരു കുറച്ച് എപ്പിസോഡ്സ് ഓഫ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഈ ഒരു സംഭവങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്, അവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ബസ്സുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ നേരെ നമ്മൾക്ക് എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോകാം. അവിടെ ഭയങ്കര ക്യൂ ആണെന്ന് തോന്നുന്നത്, കാരണം 2 ഫ്ലൈറ്റ് ഇപ്പോൾ അടുപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നമ്മൾ ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇതൊരാൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. ബർത്ത്ഡേ ഗേൾ ലൂണ, നമ്മുടെ 4:30 മണിക്ക് എത്തിയാണല്ലോ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. ഏകദേശം 1.5 മണിക്കൂറായി എമിഗ്രേഷനിൽ ക്യൂ നിൽക്കുന്നത്. ഇപ്പോഴാണ് ജസ്റ്റ് ക്ലിയർ ചെയ്ത് ബാഗേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഫ്രിൻ ബ്രോ വന്നിട്ടുണ്ട്. പുള്ളിയാണ് നമ്മളുടെ ടൂർ പാക്കേജൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ 2 പേരുടെ പാസ്പോർട്ട് വെച്ചിട്ട് ഇവിടുന്ന് സിമ്മ് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ജോർജിയൻ സിമ്മ് കിട്ടിയിട്ട് വേണം നമ്മൾക്ക് നെറ്റ് കോള് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് പറയണേ, നിങ്ങളെന്താ പറയണേ? ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4:30 വന്നിട്ട് ഇത്ര നേരമായിട്ടും സത്യം പറഞ്ഞാൽ ഇമിഗ്രേഷൻ കഴിച്ചാൽ പറ്റുന്നില്ല. അപ്പോൾ ആ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ ബാഡാണ്.
ഏറ്റവും കൂടുതൽ ഡിലേ ഇതിന് മുമ്പ് കിട്ടിയിട്ടുള്ളത് കോഴിക്കോട് എയർപോർട്ടിലായിരുന്നു. ഇവിടെ അതിനെക്കാട്ടിലും 1.5 മണിക്കൂറിന് മുകളിലായി ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ജാക്കിയും ലൂണയും ഒരേ സ്ട്രോളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. എയർപോർട്ടിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര കാറ്റാണ്, പെരും കാറ്റാണ്. ഇവിടെ ചെറുതായിട്ടൊരു തണുപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിബിലിസി എയർപോർട്ടിൻ്റെ ഔട്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ. നല്ല കാറ്റാണ്, നല്ല തണുപ്പുണ്ട്. നമ്മളെ യു എയിലെ ചൂടുന്നൊക്കെ ഒരു ചെറിയൊരു ആശ്വാസം. പക്ഷേ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് സ്നോഫാളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു പ്ലേസ് ആണ് ജോർജിയ. പക്ഷേ ഇപ്പോൾ ഇവിടെയും സ്നോഫാൾ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന സീസണല്ല. എന്നിരുന്നാൽ പോലും നല്ല കാറ്റ്, നല്ല തണുപ്പ്, അത്യാവശ്യം നല്ല കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ അഫ്രിൻ ബ്രോയുടെ കൂടെ ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാണ്. ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ ഇനി 3 ദിവസവും താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ ഇറങ്ങും. ടയോട്ടയുടെ പ്രിയൂസ് കാറായിട്ടാണ് അഫിൻ ബ്രോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി നേരെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന ഈ റോഡുണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മളുടെ എയർപോർട്ടിൽ നിന്ന് ടുവേർഡ്സ് ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു സംഭവങ്ങൾ, കാഴ്ചകളൊക്കെ കാണാനുള്ളത്. ഒരു 10 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ നമ്മൾക്ക് ഇവിടുന്ന് ഹോട്ടലിലേക്കുള്ളൂ. ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണോ അതോ സാറ്റർഡേ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, റോഡെല്ലാം ഓൾമോസ്റ്റ് എംപ്റ്റിയാണ്. തീരെ ട്രാഫിക് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മൾ 3 ദിവസം താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. നമ്മളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ട്രോളിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഐവറി ഐൻ. നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ, ഹോട്ടൽ ഐവറി ഐൻ. ലൂണ എണീക്ക്. അപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് റൂം കീ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:45. ഇനി ഒരു 15 മിനിറ്റ് കൂടി ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ആവുന്നത്. 7 മണി തൊട്ടിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ റൂമിലൊന്ന് ജസ്റ്റ് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങണം. കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് പിന്നെ ഇവിടുത്തെ ടൗൺ ടൂറ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. എന്താ അപ്പോൾ ഇവരുടെ റൂം 410, നമ്മളെ റൂം 414. എന്നാൽ വേഗം പോയി റെഡി ആയിക്കോ. അപ്പോൾ നമ്മൾ റൂമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് റൂം. ഒരു ബെഡ്, കുറച്ച് സംഭവങ്ങൾ, ഒരു ടി വി ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം. ബാത്റൂം, സ്റ്റോറേജ് സ്പേസ്, കുഴപ്പമില്ല. പിന്നെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ. ഇതാണ് നമ്മളെ റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ കേട്ടോ. റൂമിൽ കയറി ജസ്റ്റ് ഒന്ന് മുഖം കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് താഴെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാരണം റെസ്റ്റോറൻറ്റ് 7 മണിക്ക് ഓപ്പൺ ആയി. ഇനി 10 മണി വരെ റെസ്റ്റോറൻറ്റ്. നമ്മളൊന്ന് പോയി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനി 10 മണി കഴിഞ്ഞിട്ട് മിക്കവാറും എണീക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിനുള്ളിൽ കയറി നോക്കാം. അവിടെ ബഫേ സിസ്റ്റമാണെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ് ഫുഡ്, ജോർജിയൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് റെസ്റ്റോറൻറ്റിനുള്ളിൽ കയറിയിട്ട് നോക്കാം. ഓക്കെ. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ലിക്വർ സെർവ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട്. ഇവിടെ ഫുള്ള് കുപ്പികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ പേര് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇരുന്ന് ലിക്വർ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സെർവിങ് ഏരിയ ഇവിടെ ഉണ്ട്. ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വാ, പ്ലേറ്റ് എവിടെ? വാ. എന്താണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്? ഓംലെറ്റ് വേണ്ട.
കെച്ചപ്പ്, സോസേജ്, അതിക്ക് മസ്റ്റാർഡിന് എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ. സ്റ്റീംഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. ഇതാണ് പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം. നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കച്ചാപ്പൂരി ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. അപ്പോൾ ഇതിൻ്റെ എന്തോ 2 സംഭവം ഉണ്ട്, കച്ചാപ്പൂരിയുടെ 2 ഡിഫറെൻ്റ് ഐറ്റംസ് ഉണ്ട്. എന്തായെങ്കിലും രണ്ടും ഓരോന്നെടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. പൊഴിച്ച് എന്തോ കഞ്ഞി പോലത്തെ സാധനം കേട്ടോ. തന്നെ ഇതാ നോക്കി, കഞ്ഞിയാണ്. പിന്നെ ആസ് യൂഷ്വൽ കോൺഫ്ലേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസ്, മുഫിൻ, ഇത് വേണോ? ഒരു പ്ലേറ്റിന് അത് വേണ്ട, സ്വീറ്റ് അല്ലേ. പിന്നെ വീറ്റ് ബ്രെഡ് ഉണ്ട്, അത് ചീസ് കൂട്ടി അടിക്കാം. അത് ഹണിയാണ് അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത്, സെർവ് ചെയ്തിട്ടുള്ളത്. വീറ്റ് ബ്രെഡ്, ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ ഹണി ഉണ്ട്, ബട്ടർ ഉണ്ട്, പിന്നെ ബോയിൽഡ് എഗ് ഉണ്ട്. അതെന്തായാലും ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ ഹാർഡാണല്ലോ സംഭവം, മഞ്ഞ് പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ഒരു ഓക്കെ, എന്തായാലും ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതെ, പല ഡിഫറെൻറ്റ് ടൈപ്സ് ചീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാരണം ഇവിടെ ചീസ് ഭയങ്കര സ്പെഷ്യൽ സംഭവമാണ് കൊണ്ട്, അപ്പോൾ ഒരു ചീസും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ വെജിറ്റബിൾ സലാഡ്സ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ അധിക പേരും വെജ് സലാഡ്സ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ ബ്രേക്ക്ഫാസ്റ്റിന് മെയിനായിട്ട് വെജ് സലാഡ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഒരു മെനുവിൽ ഉൾപ്പെടുത്തുന്ന ഒരു ആൾക്കാരാണ് തോന്നുന്നുണ്ട്. വേണോ വെജ് സലാഡ്സ് എടുക്കണോ? ബീൻ, ലൂണയ്ക്ക് എന്താ വേണ്ട ഫുഡ്? പിന്നെ പാസ്ത ഉണ്ട്, പാസ്ത, ലെറ്റൂസ്, ടൊമാറ്റോ. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണുള്ളത്. പിന്നെ അവിടെ ടീ, കോഫി അതും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഒരു 3-4 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ജോർജിയയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. എല്ലാം ചില ഐറ്റംസൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. അതിൽ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കച്ചാപ്പൂരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അത് നമ്മൾ അതിൻ്റെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കച്ചാപ്പൂരി അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും ട്രൈ ചെയ്തു. ഒന്നിൻ്റെ ഉള്ളിൽ ഒരു പയർ മുദ്ര പോലത്തേക്ക് എന്തോ ഒരു സംഭവം ക്രഷ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു ഒന്നിൻ്റെ ഉള്ളിൽ. മറ്റിൻ്റെ ഉള്ളിലൊരു ചീസായിരുന്നു. അപ്പോൾ രണ്ടിനെയും ടേസ്റ്റ് എനിക്ക് അത്രക്കാണ്ട് പിടിച്ചില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ടും നമ്മൾക്കിതിൽ കഴിക്കാൻ പറ്റിയതായിട്ട് തോന്നിയ ഓംലേറ്റും ബോയിൽഡ് എഗ്ഗും സലാഡും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളായിരുന്നു. ബാക്കി ഇവരുടെ ടേസ്റ്റൊന്നും നമ്മൾക്ക് അത്രക്കാണ്ട് പിടിച്ചില്ല. ഒന്നിലും അധികം ഉപ്പും കാര്യങ്ങളും അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിൽ വന്നിട്ടുണ്ട്. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് അധികം ഉറങ്ങാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഒരു അരമണിക്കൂർ മാത്രം ഉറങ്ങാൻ പറ്റുള്ളൂ. കുട്ടികൾ 2 പേരും നല്ല അലമ്പായിരുന്നു. അപ്പോൾ ഇനി ഒരു 3-4 മണിക്കൂർ എന്തായാലും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് ഈ എന്താ സ്ഥലത്തിൻ്റെ പേര്? ടിബിലിസി. ഈ ടിബിലിസി ടൗൺ ടൂറാണ് ഇന്ന് നമ്മൾക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടിബിലിസി ടൗണിലെ കാഴ്ചകളൊക്കെ നമ്മൾക്ക് ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് പോയിട്ട് കാണാം. അപ്പോൾ പോയി ഉറങ്ങട്ടെ. ബൈ.